ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമാണ്. ബാക്കിയുള്ള പ്രദേശങ്ങൾ ഇത്ര മനോഹരമായ പ്രദേശങ്ങളിലേക്ക് ആളുകൾക്ക് വരാം, അവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാമെന്ന് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. So I think it's very important for us to make them aware of this and also to promote tourism, especially the homestays, which I know have suffered a lot in the last 4 months. അതുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരോട് ഇവിടെ വരുന്നത് സുരക്ഷിതമാണ്, ഇവിടെ പ്രശ്നമുണ്ടായത് ഒരു ചെറിയ പ്രദേശത്ത് മാത്രമാണെന്ന് അവരെ ബോധവൽക്കരിക്കണം. അതുപോലെ തന്നെ ഹോം സ്റ്റേകളിലേക്ക്, നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഹോം സ്റ്റേകളിലേക്കും ആളുകളെ കൊണ്ടുവരുന്നതിന് നമുക്ക് ശ്രമിക്കണം. And I will try my best to attract people to come here for putting food processing units so that these beautiful spices and crops that you grow can actually be marketed in the rest of the world. അതുപോലെ തന്നെ ഇവിടെ ഭക്ഷ്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ കഴിയുന്നത്ര ആളുകളെ വയനാട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. കാരണം ഇവിടെ ഉണ്ടാക്കുന്ന വിളകളും ഇവിടെ ഉണ്ടാക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റു വിപണികളിൽ പോയി മെച്ചപ്പെട്ടതാകാൻ നമുക്ക് പരിശ്രമിക്കണം. You know, my sisters, you have a special place in my heart. I'm always fighting for us women. നിങ്ങൾക്കറിയാവോ എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. Because I understand the burdens you carry. കാരണം നിങ്ങൾക്കുള്ള ഭാരം എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. So I would really like to meet as many of you as possible. അതുകൊണ്ട് കഴിയുന്നത്ര നിങ്ങളെ നേരിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. And to work together with you to make you stronger and empowered. നിങ്ങളെ കൂടുതൽ ശക്തിയുള്ളവരാക്കുന്നതിന്, കരുത്തുള്ളവരാക്കുന്നതിന് നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. So I want to thank all of you and especially all my colleagues in the UDF, all the workers of the UDF who have worked so hard for this election. I myself always managed elections, so I understand that these kind of margins and results cannot happen unless there is good solid work on the ground and without the goodwill of everybody. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കഠിനമായി അധ്വാനം ചെയ്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരോട് നന്ദി പറയുകയാണ്. ഞാൻ ഒരുപാട് കാലം ഇലക്ഷൻ മാനേജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഇത്തരം ഒരു ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ഗ്രൗണ്ട് താഴെത്തട്ടിലുള്ള കഠിനാധ്വാനവും എല്ലാവരുടെയും നല്ല ചിന്തയും ഇല്ലാതെ ഇത്തരം ഒരു ഭൂരിപക്ഷം കിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. So thank you very very much for everything that you have done for me. No matter how many times I say thank you, it will not express the gratitude I have in my heart. I hope that gratitude, that my work here will be the best expression of my gratitude, and that gratitude will show in the way that I work for you in the next 5 years and hopefully even ahead of that. Thank you very very much. നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നിങ്ങളോട് എത്ര പ്രാവശ്യം നന്ദി പറഞ്ഞാലും എൻ്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള കടപ്പാട് എനിക്ക് പ്രതിഫലിപ്പിക്കാൻ, നിങ്ങളോട് പറയാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ കടപ്പാട് ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ അടുത്ത തുടർന്നും ആ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് നിങ്ങളോട് എത്രമാത്രം കടപ്പാടുണ്ടെന്ന്. And I will see you all very very soon. Jai Hind. നിങ്ങളെ എല്ലാവരെയും ഞാൻ വളരെ വേഗം വീണ്ടും കാണും. ജയ് ഹിന്ദ്. ഉണ്ടാവേണ്ട ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാജ്യത്തുണ്ടാകേണ്ട ഭരണ സംവിധാനം എന്ന് പറയുന്നത് ആളുകളെ വിവേചിക്കുന്ന ഒന്നാവരുത് എന്ന് നമ്മൾ ചിന്തിക്കണം. Over the period of my campaign here, I met many of you. I met farmers, shopkeepers, businessmen. I met women who work in Manrega in the fields, in tea gardens, in coffee estates. I met many of you and tried to understand slowly what problems you face in your daily lives. ഇവിടെ പ്രചരണം നടക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേരെ കണ്ടു. കർഷകരെ കണ്ടു, കച്ചവടക്കാരെ കണ്ടു, ബിസിനസ് നടത്തുന്നവരെ കണ്ടു, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെ കണ്ടു, തേയിലത്തോട്ടങ്ങൾ പണിയെടുക്കുന്നവരെ കണ്ടു. അവരിൽ നിന്നൊക്കെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ